ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ കറിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, രസക്കാളൻ. ഇത് കുറച്ച് കാലമായിട്ട് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിഷുക്കാലത്ത് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. അപ്പോൾ ചേന ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് മുരിങ്ങക്കായാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. വേണമെങ്കിൽ നമുക്ക് കായം ഉപയോഗിക്കാം റെസിപ്പി. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെക്കണം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചുവന്ന മുളകും കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവുന്ന വരെ വറുത്തെടുക്കുക. ഉലുവയൊന്ന് ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കുക. ഇനി വറുത്ത ഉലുവയും മുളകും തേങ്ങയിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ തൈരോ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് ആവണ വരെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ വേവിച്ച കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരും. അപ്പോൾ തിള വന്നതിന് ശേഷം നമുക്കിത് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യണം. തൈര് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നേരം ഇത് അടുപ്പത്ത് വെക്കാം. നമുക്ക് ചെറിയ തീയിൽ തിളയ്ക്കാൻ പാടില്ല, വെറുതെ ഒന്ന് ചൂടാവുകയേ വേണ്ടു. അപ്പോൾ 2 മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി. രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർക്കുകയാണ്. ഇനി ഇതിൽ ബാക്കി ചെയ്യാനുള്ളത് കടുക് വറുത്തിടുക മാത്രമാണ്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് കടുക് വറുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ചേർത്തിട്ട് കടുക് ഒന്ന് പൊട്ടുന്ന വരെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രസക്കാലൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നല്ല ഓപ്ഷനാണ് ഊണിന്. ഈ വിഷുവിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.